ഹലോ, ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കുകയാണ്. ഇക്കുറിയും എല്ലാവരും ഉറ്റുനോക്കുന്നത് മികച്ച നടനായി മമ്മൂട്ടി എത്തുമോ എന്നുള്ളതാണ്. 4ാമത്തെ തവണ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡിൽ മുത്തം വെക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നാളുകളേറെയായി, ഏകദേശം 10-15 വർഷമായി ഈ ഒരു അവാർഡിലേക്ക് മമ്മൂട്ടി തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ പലതവണ തള്ളിക്കളയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇക്കുറിയും അർഹനായത് മമ്മൂട്ടി തന്നെയാണ്. 72ാം ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കുമ്പോൾ 11 അംഗ ജൂറി വിവിധ ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങളുടെ അവാർഡ് നിർണ്ണയം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇക്കുറി മലയാളത്തിൽ നിന്ന് ഭ്രമയുഗം, മഞ്ഞുമ്മൽ ബോയ്സ്, കിഷ്കിന്ധാകാന്ഡം എന്നിവയാണ് ജൂറിയിലെത്തിയിരിക്കുന്ന പ്രധാന ചിത്രങ്ങൾ. അവാർഡ് നിർണ്ണയ ജൂറി ചെയർമാനായി സംവിധായകൻ ജയരാജും സംഘത്തിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പരിഗണിച്ചിരിക്കുന്നത്. 2012 ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറി അംഗമായിരുന്നു ജയരാജ്. എന്തായാലും ഇക്കുറി ഏവരും ഉറ്റുനോക്കുകയാണ് ഈ 3 സിനിമകൾക്ക് എന്തൊക്കെ അവാർഡുകളാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മഞ്ഞുമ്മൽ ബോയ്സ്, അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡം, അതുപോലെ ഭ്രമയുഗത്തിലെ പ്രകടനം നമുക്ക് ഏവർക്കും അറിയാം. എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന കൊടൂരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു എന്നുള്ളത്. ഓസ്കാർ വേദിയിൽ പോലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ചിത്രമാണ് ഭ്രമയുഗം. മമ്മൂട്ടിയുടെ പെർഫോമൻസ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇന്ത്യക്കകത്തും ഏറ്റവും വെല്ലുവിളിയായി അവർ കാണുന്നത് മമ്മൂട്ടിയുടെ സിനിമ സെലക്ഷൻ തന്നെയായിരുന്നു. ബോളിവുഡ് എടുത്താലും അല്ലെങ്കിൽ ടോളിവുഡ് എടുത്താലും കോളിവുഡ് എടുത്താലുമൊക്കെ. എന്നാലും ഇക്കുറി അല്ലു അർജുന് ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ മലയാളത്തിൽ നിന്ന് തന്നെ കടുത്ത ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടിയാണെങ്കിലും നമുക്ക് ഇതിനകത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളത് കിഷ്കിന്ധാകാന്ഡത്തിലെ പ്രകടനത്തിൽ ആസിഫ് അലിക്കും അതേപോലെ വിജയരാഘവനുമൊക്കെയാണ്. എന്തായാലും ഇക്കുറി മമ്മൂട്ടിയെ തഴയില്ല എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഇക്കുറി അദ്ദേഹത്തിന് നമുക്ക് കാണാൻ കഴിഞ്ഞു, കാലങ്ങളായി അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഏറ്റവും അർഹമായ കൈകളിലേക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ആ പത്മഭൂഷൺ ഇപ്പോഴാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതുപോലെ തന്നെ ഏകദേശം 15-18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിക്ക്, അതായത് ഏകദേശം 2000-ന് ശേഷം മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കാൻ പലതവണ അർഹമായിട്ടും അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ 2-3 വർഷങ്ങളെടുത്താലും അത് തന്നെയായിരുന്നു സ്ഥിതി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇക്കുറി അദ്ദേഹത്തെ തഴയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ കാണുകയുണ്ടായി, ഓസ്കാർ വേദിയിൽ മമ്മൂട്ടിയുടെ പ്രകമ്പനം സൃഷ്ടിച്ച ആ ഒരു സിനിമ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇതുവരെ മലയാളത്തിൽ അല്ലെങ്കിൽ ഈ സമീപകാലത്തൊന്നും ഒരു നടനും കാഴ്ചവെക്കാൻ കഴിയാത്ത തരത്തിൽ അതിശക്തമായിട്ടുള്ള പെർഫോമൻസുമായി മമ്മൂട്ടി എത്തിയപ്പോൾ അതിന് മുകളിൽ വെക്കാൻ വേറെ സിനിമയില്ല എന്നുള്ളത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിന്ന് ഈ ഒരു സിനിമ എത്തുമ്പോൾ ഇക്കുറി അതിനെ തഴയാൻ കഴിയില്ല. ഒരുപക്ഷെ പുഷ്പ 2-നൊക്കെ കിട്ടുമോ എന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഏവരും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിലാണ് ഈ ഒരു സിനിമ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇക്കുറി മാത്രമല്ല, വരുന്ന വർഷങ്ങളിലും അടുത്ത 2 വർഷങ്ങളിലും മമ്മൂട്ടി തന്നെയാണ് പ്രധാന ഒരു എതിരാളിയായി ഈ ഒരു ദിനത്തിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഹാട്രിക് അവാർഡുകൾ നേടാനുള്ള ചാൻസുകളും നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ദേശീയ അവാർഡിൽ മമ്മൂട്ടി ഇക്കുറി മുത്തം വെക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും കേരള സംസ്ഥാന അവാർഡും മികച്ച നടനുള്ള അവാർഡുമൊക്കെ മമ്മൂട്ടി വാരിക്കൂട്ടിയപ്പോൾ ഇക്കുറി ഉറപ്പിക്കാം ഇതിന് മുകളിലേക്കുള്ള ഒരു പെർഫോമൻസും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. എന്തായാലും നാളെ നമുക്ക് കാത്തിരിക്കാം ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ ആരൊക്കെയാണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായും കമൻസിലൂടെ പറയാം. ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയിലെ പെർഫോമൻസ് ബാക്കി എല്ലാത്തിനേക്കാളും മികച്ചതാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നാളെ ആ ഒരു സന്തോഷ വാർത്ത നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും അവാർഡുകൾ ലഭിക്കട്ടെ, മലയാളം ഈ അവാർഡുകൾ വാരിക്കൂട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആർക്കായിരിക്കും ആ നാഷണൽ അവാർഡ് ലഭിക്കുക? എന്തായാലും പ്രതീക്ഷകൾ നമുക്ക് 0 തന്നെയാണ്. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കുമെന്നുള്ളത്. അർഹനാണ് മമ്മൂട്ടിയെങ്കിൽ അദ്ദേഹത്തെ തഴയുന്ന സ്ഥിരം കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇക്കുറിയും അതൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നെങ്കിലും അർഹമായ കൈകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.